കാത്തിരിക്കുമായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും അതിന് പരിഹാരം തേടിയാണ് വന്നതെന്നും അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാ കടമ്പകളും തരണം ചെയ്യാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാ പ്രതിസന്ധികളും മറികടന്ന് മുന്നോട്ടു പോകാൻ എന്റെ മക്കൾക്ക് കഴിയും. അതിനു വേണ്ടത് ഈശ്വരാനുഗ്രഹമാണ്. ഏത് ക്ഷേത്രത്തിലും പോയി എന്ത് പൂജയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണമ്മേ. വരുന്ന പൗർണമി രാത്രിയിൽ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുള്ള പ്രദക്ഷിണം നടക്കും. ആ പ്രദക്ഷിണത്തിൽ നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കണം. അതിനുശേഷം നിങ്ങൾ അവിടെ ഉടുത്ത വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളിൽ തിരിച്ചു വരണം. അതോടെ നിങ്ങളുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ തീരും. അമ്മേ, പക്ഷേ ഞങ്ങളുടെ വിവാഹമല്ല പ്രശ്നം. അഖിലയുടെ വിവാഹം ആദ്യം നടക്കേണ്ടത്. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. എന്തായാലും മധുരയിൽ പോയിട്ട് നിങ്ങൾ എന്നെ വീണ്ടും വന്ന് കാണണം. ഒരു പേടിയും വേണ്ട, നല്ലതേ വരൂ. കൃഷ്ണേട്ടന് സിസിലി ചേർത്തി എവിടെ പോയി? കൃഷ്ണേട്ടനും അഖിലേച്ചിയും മാർക്കറ്റിൽ പോയതല്ലേ. നിങ്ങൾ ഇറങ്ങിയിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. കൃഷ്ണേട്ടനായിരുന്നു ഉടനെ പോണമെന്ന് നിർബന്ധം. അഖിലേ അതിന് കൂട്ടുനിന്നു. പിന്നെ അവളുടെ ഇപ്പോഴത്തെ മൂഡ് മാറാനായിട്ടൊന്ന് പുറത്തേക്ക് പോയിട്ട് വരുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി. നിങ്ങളുടെ കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന മഹാസംഭവത്തെ ഞാൻ ഇതുവരെയും പരിചയപ്പെട്ടില്ല. അത് ശരിയാ, നിങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടില്ലല്ലോ. ഇന്നെങ്കിലും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ അപ്പോഴേക്കും ആള് മുങ്ങിക്കളഞ്ഞു. കൃഷ്ണേട്ടൻ എവിടെയും മുങ്ങില്ല. ഇനിയായാലും കാണാമല്ലോ. നിങ്ങളുടെ ആ ചേട്ടത്തിയുടെ പേര് സിസിലി. സിസിലി. അവരെ ഇതുവരെ ഞാൻ നേരാവണ്ണം ഒന്നും കണ്ടിട്ട് കൂടിയില്ല. കൃഷ്ണേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേപ്പിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? താനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവര് നോക്കിയുള്ളൂല്ലേ. സമയം താമസിച്ചു, നമുക്ക് ഇറങ്ങാൻ നോക്കാം. അതെ, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് അമൃതേച്ചിക്ക് ഒരു ടെൻഷനും വേണ്ട. അതെ, എന്റെ മോൾ ആ പേരും പറഞ്ഞ് ഇവിടെ അങ്ങ് കൂടാൻ നിൽക്കേണ്ട. ഇന്ന് തന്നെ തൃശ്ശൂർക്ക് പോണം. മടി പിടിച്ച് ലീവാണെന്ന് പറയരുത്. ഓ, ഞാൻ കൃത്യസമയത്ത് പൊക്കാളാവേ ചേച്ചി. ഇവളെ ഞാൻ ഇപ്പൊ തന്നെ പറപ്പിക്കും. അതിനല്ലേ അന്യായ കാശും കൊടുത്ത് പ്രീമിയം തൽക്കാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നിങ്ങൾ ഇറങ്ങിയ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇവളെ റെഡിയാക്കി പറഞ്ഞു വിടും. അതെ, പറഞ്ഞു വിടുന്നുണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.